നമസ്തേ. കോർപ്പറേഷൻ ഭരണമല്ല സ്തംഭിച്ചത്. കോർപ്പറേഷൻ വഴിയും ഗുണ്ടാപ്പിരിവ് വഴിയും കമ്പനികൾക്ക് ലഭിച്ചിരുന്ന ലക്ഷങ്ങളാണ് സ്തംഭിച്ചു പോയത്. 40 കൊല്ലം ഭരിച്ചവർ 6 മാസം പോലും തികയാത്ത ഭരണസമിതിക്കെതിരെ സമരവുമായി വരുന്നു. BJP ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതെന്ന് ഈ ചുരുങ്ങിയ മാസം കൊണ്ടുള്ള BJP ഭരണസമിതിയുടെ തിരുവനന്തപുരത്തെ പ്രവർത്തനം മാത്രം നോക്കിയാൽ മതി. പൊങ്കാലയുടെ അന്ന് വ്യാജ രസീതുകൾ ഉപയോഗിച്ച് ലക്ഷങ്ങളാണ് പാർക്കിംഗ് ഇനത്തിൽ CPMകാർ വാങ്ങിയത്. അന്വേഷിക്കാൻ മേയർ വന്നപ്പോൾ കണ്ടെത്തിയത് ലക്ഷങ്ങളുടെ ക്രമക്കേടാണ്. CPMുമായി ബന്ധമുള്ള ആൾക്കാർ വ്യാജ രസീത് ഉപയോഗിച്ച് വാഹനങ്ങളുടെ പാർക്കിങ്ങിന്റെ പേരിൽ 500, 1000 പിരിച്ചത്. അതൊക്കെ ഏത് പോക്കറ്റിലോട്ടാണ് കഴിഞ്ഞ പൊങ്കാല വരെ പോയിരുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. കോർപ്പറേഷന് മുറികൾ, ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ CPMുമായി ബന്ധമുള്ളവർ തുച്ഛമായ റെന്റിനെടുത്തിട്ട് കൂടിയ വിലയ്ക്ക് പുറത്തുള്ളവർക്ക് മറിച്ചു നൽകി കാശുണ്ടാക്കുകയായിരുന്നു. അതും BJP ഭരണസമിതി കണ്ടുപിടിക്കുകയും തക്കതായ നടപടി സ്വീകരിക്കുകയും ചെയ്തു. കോവിഡ് പേരിലെടുത്ത കെട്ടിടം CPMന്റെ പാർട്ടി ഓഫീസായാണ് പ്രവർത്തിച്ചു വന്നത്. അവിടെ നിന്നുകൊണ്ടാണ് മാർക്കറ്റിലുള്ള പിരിവുകളൊക്കെ അവർ നടത്തിയത്. അതും ഒഴിപ്പിച്ചു. മാർക്കറ്റിൽ നിന്ന് ഓരോ കച്ചവടക്കാരിൽ നിന്നും ദിവസം 500 രൂപയ്ക്ക് മുകളിൽ ഗുണ്ടാപിരിവ് അല്ലെങ്കിൽ ഹഫ്ത പിരിവിലൂടെ CPMന്റെ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അത് തന്നെ എത്രയായിരം രൂപയാണ്. ഒരു മാസമാകുമ്പോൾ അവർക്ക് എത്ര ലക്ഷം രൂപയാണ് വെറുതെ കിട്ടിയിരുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലാണ് BJP ഭരണസമിതി ആ പ്രശ്നത്തിൽ ഇടപെടുകയും ആ ഒരു പിരിവ് നിർത്തലാക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് BJP ഭരണസമിതിക്കെതിരെ തോറ്റ 3 MLAമാർ കൂടി പ്രത്യക്ഷത്തിൽ വന്ന് ഒരു കാര്യവുമില്ലാതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുകയും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് BJPയെ പുറത്താക്കണം, അതിനുവേണ്ടി കോൺഗ്രസുമായും ഞങ്ങൾ സഹകരിക്കാമെന്ന് പോലും പറയുന്നത്. ഇതിന്റെയൊക്കെ കാരണം ഒന്നു മാത്രമാണ്. ജനങ്ങളെ കൊള്ളയടിച്ച് CPM നേതാക്കൾ പോക്കറ്റിലാക്കിക്കൊണ്ടിരുന്ന ലക്ഷങ്ങളാണ് BJP ഭരണസമിതി മാസങ്ങൾക്കുള്ളിൽ നിർത്തലാക്കിയത്. പിന്നെ അവർക്ക് ഭ്രാന്തി ഇളകിയില്ലെങ്കിലേ അതിശയമുള്ളൂ. ഈ രീതിയിൽ BJP മുന്നോട്ടു പോയാൽ 40 വർഷം തങ്ങൾ നടത്തിവന്ന അഴിമതികളെല്ലാം പുറത്തു വരികയും തിരുവനന്തപുരത്ത് CPM ഇല്ലാതാകുമെന്ന തിരിച്ചറിവിലാണ് CPM ഈ നാണം കെട്ട പരിപാടി കാണിക്കുന്നത്. ഹിന്ദു രക്ഷാ